അപ്പോൾ എല്ലാവർക്കും ബിഗ് ലേണിംഗിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ഫെറസ് മെറ്റീരിയൽസ് മെറ്റൽ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതിൽ കുക്കിംഗ് വരുന്നുണ്ട്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഇലക്ട്രോണിക്സ്, ക്ലോത്തിങ്, ഇങ്ങനെയാണ് 4 ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ നമുക്കിതില് ഓപ്ഷൻ ഏതായിരിക്കും വരിക? ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? ഫെറസ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫെറസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ കണ്ടന്റ് ഉള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫെറസ് മെറ്റീരിയൽസ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോസസ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എന്താണ് പിഗ് അയൺ ഓർ? ഓക്കെ, അപ്പൊ എന്താണ് വിച്ച് പ്രോസസ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് പിഗ് അയൺ ഓർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് ബേക്കിംഗ് ഉണ്ട്, സ്മെൽറ്റിംഗ്, ഫ്രീസിങ് ആൻഡ് ബോയിലിംഗ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിൽ ഇപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻ ഇപ്പൊ ഏതാണെന്ന് അറിയില്ലെങ്കിൽ പോലും നമുക്ക് എന്താണ് ബാക്കിയുള്ള ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അല്ലെ. ഇപ്പൊ ഫ്രീസിങ്, ബോയിലിംഗ്, ബേക്കിംഗ് എന്നുള്ള ഓപ്ഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് എന്തായിരിക്കും? സ്മെൽറ്റിംഗ് ആയിരിക്കും ആൻസർ വരിക അല്ലെ, സ്മെൽറ്റിംഗ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് സ്മെൽറ്റിംഗ് ആണ്. അപ്പോൾ സ്മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇപ്പൊ നമ്മള് പിഗ് അയൺ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഓക്കെ, അയണിന്റെ ഓറിൽ നിന്ന് നമ്മൾ പിഗ് അയൺ ഉണ്ടാക്കുന്നത് എന്ത് ഫർണസ് വെച്ചിട്ടായിരിക്കും? നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബ്ലാസ്റ്റ് ഫർണസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് സ്മെൽറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മെൽറ്റിംഗ് ഈസ് എ പ്രോസസ് ദാറ്റ് എക്സ്ട്രാക്ട് മെറ്റൽ ഫ്രം ഓർ ബൈ ഹീറ്റിംഗ് ദം ടു ഹൈ ടെമ്പറേച്ചർ ഇൻ ഫർണസ് and in the presence of chemical reducing agent. ഓക്കെ, ലൈക്ക് എന്താണ് കോക്ക് ആൻഡ് കാർബൺ. ഓക്കെ, അപ്പൊ സ്മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതൊരു എക്സ്ട്രാക്റ്റിംഗ് പ്രോസസ് ആണ് അല്ലെ. എന്നുവെച്ചാൽ മെറ്റലിൽ നിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ് എന്താ പറയാ? സ്മെൽറ്റിംഗ് എന്ന് പറയാം. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത്? വിത്ത് ഹൈ ടെമ്പറേച്ചറും പിന്നെ ആരുടെ പ്രസൻസിലാണ്? പ്രസൻസ് ഓഫ് എന്താണ് കുറച്ച് കെമിക്കൽ ഏജൻസിന്റെ പ്രസൻസിലും. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? കോക്ക് ആൻഡ് കാർബൺ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പിഗ് അയണിന് വേണ്ടിയിട്ട് നമ്മൾ പിഗ് അയണിനുള്ള എന്താ പറയാ ഫർണസ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫർണസ് ആണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് കോക്ക് ഇൻ ദ അയൺ പ്രൊഡക്ഷൻ? എന്താണ് അയൺ പ്രൊഡക്ഷൻ പ്രോസസ്? അപ്പൊ നോക്കാം ഏതൊക്കെയാണ്. ഓപ്ഷൻ എ വരുന്നത് ആഡിങ് കളർ ടു അയൺ. ബി എന്ന് പറയുമ്പോൾ എന്താ? പ്രൊവൈഡിങ് നെസസറി ഹീറ്റ് ഫോർ റിഡക്ഷൻ. അപ്പോ സി എൻഹാൻസിങ് അയൺ ടേസ്റ്റ്. ഡി ഫോർ ഇംപ്രൂവിങ് അയൺ ടേസ്റ്റ്. ഓക്കെ, ഇതിലെന്തായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. അപ്പൊ ബി എന്ന് പറയുമ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോക്കിന്റെ കാര്യമാണ് അല്ലെ, ദ റോൾ ഓഫ് കോക്ക് ആണ് അല്ലെ. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് എ ഫ്യൂവൽ. ഓക്കെ, എന്താണ് കോക്ക് എന്ന് പറയുന്നത് ഈ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ആണ്. എന്താണ്? ദ ഫ്യൂവൽ ദാറ്റ് പ്രൊവൈഡ് ദ ഹീറ്റ് നീഡഡ് ഫോർ ദ റിഡക്ഷൻ പ്രോസസ്. അപ്പൊ എന്താ നമ്മൾ റെഡ്യൂസ് ചെയ്ത് വരികയാണ് അല്ലെ. അപ്പൊ റെഡ്യൂസിങ് പ്രൊഡക്ട്സിന് എന്താണ് പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലെന്താണ്? കാർബൺ ഫ്രം കോക്ക് ഇൻ ദ ഫോം ഓഫ് കാർബൺ മോണോക്സൈഡ് റിയാക്ട് വിത്ത് അയൺ ഓർ ടു ടേൺ ഇൻ ടു അയൺ. മനസ്സിലായോ? അപ്പൊ എന്താണ്? അയൺ ഓറില് എന്താണ് കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിൽ നിന്ന് അയൺ കിട്ടുന്നത്. അപ്പൊ കോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്യൂവൽ ആണ്. ഓക്കെ, ഇൻ എന്താണ് അയൺ എക്സ്ട്രാക്ടിങ് പ്രോസസ്സിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് പ്രൊവൈഡിങ് നെസസറി ഹീറ്റ് ഫോർ റിഡക്ഷൻ ആണ്. നെക്സ്റ്റ് വരുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫ്ലെക്സ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ്? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഓപ്ഷൻ? എന്തൊക്കെയുണ്ട്? ഓപ്ഷൻ എ ഇൻക്രീസിങ് ദ ഓർസ് ഹാർഡ്നെസ്, ലോവറിംഗ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ ഓർ, ആഡിങ് കാർബൺ കണ്ടന്റ് ടു ദ ഓർ, ഇംപ്രൂവിംഗ് ദ ഓർസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എന്താണ്? അപ്പൊ ഫ്ലെക്സിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽ സബ്സ്റ്റൻസ് ആഡഡ് ടു ബ്ലാസ്റ്റ് ഫർണസ്. അപ്പൊ അതിനെയാണ് ഇപ്പൊ ബ്ലാസ്റ്റ് ഫർണസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിഗ് അയൺ എക്സ്ട്രാക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഫ്ലെക്സ് എന്ന് പറയുന്നത് എന്താണ്? എ മിനറൽ സബ്സ്റ്റൻസ് ആഡഡ് ടു ബ്ലാസ്റ്റ് ഫർണസ്. അതിലേക്ക് ആഡ് ചെയ്യുന്ന മിനറൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്ലെക്സ് എന്ന് പറയാം. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോവറിംഗ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ ഓർ. ഓക്കെ, എന്താണ് ലോവറിംഗ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ ഓർ?
പിന്നെന്താ കമ്പൈൻസ് വിത്ത് നോൺ മെറ്റാലിക് പാർട്ട് ഓഫ് ദ ഓർ ഫോമിങ് മോൾട്ടൺ സ്ലാഗും. അതുപോലെ പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താ, ലൈം സ്റ്റോൺ ഇസ് കോമൺലി യൂസസ് ഫ്ലെക്സ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്. എന്താണ്, ലൈം സ്റ്റോൺ ആണ്. അപ്പോൾ എന്താണ്, അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്, ലോവറിങ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ ഓർ. അപ്പൊ ഇതിൽ വരുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ലോവറിങ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദ ഓർ ആണ് ഇത് ഫ്ലക്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, ലൈം സ്റ്റോൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വാട്ട് ഈസ് ദ പ്രൈമറി പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഫ്രം ദ സ്മെൽറ്റിംഗ് പ്രോസസ് ഇൻ എ ബ്ലാസ്റ്റ് ഫർണസ്. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അപ്പൊ ബ്ലാസ്റ്റ് ഫർണസ് എന്താണ്, പിഗ് അയൺ ആണ്. അപ്പോ അടുത്തൊരു ഇത് കുപ്പോള ഫർണസ് എന്തിനായിരിക്കും? ഓക്കെ, കുപ്പോള ഫർണസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? കുപ്പോള ഫർണസ് ഉപയോഗിക്കുന്നത് കാസ്റ്റ് അയണിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദ ബ്ലാസ്റ്റ് ഫർണസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോഴ്സിങ് ദ ഹോട്ട് ബ്ലാസ്റ്റ് ഇൻ ടു ഫർണസ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ വരുന്നത് സ്റ്റാക്ക് ഉണ്ട്, ത്രോട്ട്, ട്യൂയേഴ്സ് ആൻഡ് ബോഷ് ഹെർട്ട്. ഓക്കെ, എന്തായിരിക്കും ആൻസർ വരുന്നത്? ട്യൂയേഴ്സ് ആണ്. അപ്പൊ എന്താണ്, ട്യൂയർ ഈസ് എ ട്യൂബ്, നോസിൽ ഓർ പൈപ്പ് ത്രൂ വിച്ച് എയർ ഈസ് ബ്ലോ ഇൻ ടു ഫർണസ് ഓർ ഹെർത്ത്. ഓക്കെ, അപ്പൊ എന്താണ്, ഹോട്ട് എയറിനെ ഫർണസിലേക്ക് തള്ളിവിടുന്ന അല്ലെങ്കിൽ കടത്തിവിടുന്ന നോസിലിനെയാണ് നമ്മൾ എന്താ പറയുക, ട്യൂയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, വിച്ച് പാർട്ട് ഓഫ് ദ ബ്ലാസ്റ്റ് ഫർണസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോഴ്സിങ് ദ ഹോട്ട് ബ്ലാസ്റ്റ്. ഓക്കെ, എയർ, ഹോട്ട് എയറിനെ കടത്തിവിടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, at what temperature does the melting zone in the blast furnace typically range during smelting? ഓക്കെ, സ്മെൽറ്റിംഗിന്റെ സമയത്ത് വരുന്ന ഏത് ടെമ്പറേച്ചർ സോൺ അല്ലെങ്കിൽ മെൽറ്റിംഗ് സോൺ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ 500 to 800 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 1000 to 1700 ഡിഗ്രി സെൽഷ്യസ്, ആൻഡ് ഓപ്ഷൻ സി 200 to 400 ഡിഗ്രി സെൽഷ്യസ്, ആൻഡ് ഡി 800 to 1000 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും ആൻസർ വരുന്നത്? 1000 to 17,000. ഓക്കെ, 1700 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why is pig iron refined and remelted after smelting? എന്താണ്, വീണ്ടും ഇപ്പോ എന്താണ്, പിഗ് അയൺ നമുക്ക് സ്മെൽറ്റിംഗ് വഴിയാണ് കിട്ടുന്നത് പറഞ്ഞില്ലേ, ബ്ലാസ്റ്റ് ഫർണസിൽ സ്മെൽറ്റ് ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്, പിഗ് അയൺ കിട്ടുന്നത് പറഞ്ഞു. അപ്പൊ ചോദ്യം എന്താന്ന് വെച്ചാൽ അതിനുശേഷം എന്തിനാണ് വീണ്ടും അതിനെ റീമെൽറ്റ് ചെയ്യുന്നതാണ് ചോദ്യം അല്ലെ. അപ്പൊ എന്താണ്, അപ്പൊ ഓപ്ഷൻ എ ടു ഇൻക്രീസ് ഇറ്റ്സ് കാർബൺ കണ്ടന്റ്, ഓപ്ഷൻ ബി ടു മേക്ക് ഇറ്റ് ഹാർഡർ ആൻഡ് ബ്രിറ്റിൽ, ഓപ്ഷൻ സി ടു പ്രൊഡ്യൂസ് അതർ വെറൈറ്റീസ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ, ആൻഡ് ഓപ്ഷൻ ഡി ടു യൂസ് ഇറ്റ് ഡയറക്ട്ലി ഇൻ മാനുഫാക്ചറിങ് ആർട്ടിക്കിൾ. അപ്പൊ നമുക്ക് പിഗ് അയണിനെ കുറിച്ച് പറയാണ്. പിഗ് അയൺ ആണ് നമുക്ക് എന്താണ്, അയണിന്റെ ഓറിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പിഗ് അയൺ ആണ് അല്ലെ. ഈ പിഗ് അയണിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള അയണിന്റെ പ്രൊഡക്ട്സ് ഇപ്പൊ എന്താ പറയാ, കാസ്റ്റ് അയൺ ആയാലും റോട്ട് അയൺ ഒക്കെ നമ്മുടെ ആദ്യത്തെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, പിഗ് അയൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതായിരിക്കും ആൻസർ വരുന്നത്? ടു ഇൻക്രീസ് കാർബൺ കണ്ടന്റ് കൂട്ടാനാണോ, ടു മേക്ക് ഇറ്റ് ഹാർഡർ ആൻഡ് ബ്രിറ്റിൽ ആക്കാനാണോ, ആൻഡ് ടു യൂസ് ഇറ്റ് ഡയറക്ട്ലി ഇൻ മാനുഫാക്ചറിങ് ആർട്ടിക്കിൾ ആണോ, ആൻഡ് ടു പ്രൊഡ്യൂസ് അതർ വെറൈറ്റീസ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. അപ്പൊ ഓപ്ഷൻ വരുന്നത്, ആൻസർ വരുന്നത് എന്തായിരിക്കും? നമുക്ക് വരുന്നത് ഓപ്ഷൻ സി ആണ്, ടു പ്രൊഡ്യൂസ് അതർ വെറൈറ്റീസ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. അപ്പൊ അതില് എന്താണ്, പിഗ് അയൺ അബ്സോർബ് കാർബൺ, സിലിക്കൺ, സൾഫർ, ഫോസ്ഫറസ് ആൻഡ് മാഗ്നീസ് ഡ്യൂറിങ് സ്മെൽറ്റിംഗ്. ഹൈ കാർബൺ കണ്ടന്റ് മേക്ക് പിഗ് അയൺ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ, അൺസ്യൂട്ടബിൾ ഫോർ യൂസ്ഫുൾ ആർട്ടിക്കിൾസ്. അപ്പൊ എന്താണ്, പിഗ് അയണിൽ കാർബൺ കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണ്, ഹാർഡ് ആൻഡ് ബ്രിറ്റിലാണ്. ഓക്കെ, കാർബൺ കണ്ടന്റ് കൂടുമ്പോൾ അത് എന്തായിട്ട് മാറും, ഹാർഡായിട്ട് മാറും. ഹാർഡ്നെസ് കൂടുമ്പോൾ അതിനനുസരിച്ച് എന്തുണ്ടോ, ബ്രിറ്റിൽനെസ്സും കൂടും. ഓക്കെ, അതുപോലെ തന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, റിഫൈൻഡ് ആൻഡ് റീമെൽറ്റഡ് ഫോർ പ്രൊഡ്യൂസിങ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, കാർബൺ കണ്ടന്റ് കുറയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും റീമെൽറ്റ് ചെയ്യും. റീമെൽറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എന്തായിരിക്കും, നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്താ, അപ്പോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ടു പ്രൊഡ്യൂസ് അതർ വെറൈറ്റീസ് ഓഫ് അയൺ ആൻഡ് സ്റ്റീലിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിഗ് അയണിനെ
റീമെൽറ്റ് ചെയ്യുന്നത് എന്ത് ആഫ്റ്റർ സ്മെൽറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ യൂസിങ് ഗ്രേ കാസ്റ്റ് അയൺ ഇൻ മെഷീൻ ടൂൾസ്? അപ്പോൾ നോക്കാം, ഗ്രേ കാസ്റ്റ് അയൺ ഇൻ മെഷീൻ ടൂൾസ് ആണ് ചോദ്യം. ഓപ്ഷൻ എ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, ഓപ്ഷൻ ബി ഈസി മെഷീനബിലിറ്റി, ഓപ്ഷൻ സി റെസിസ്റ്റൻസ് ടു കൊറോഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ എന്തായിരിക്കും ആൻസർ? എന്താ വരുന്നത്? ആൻസർ വരുന്നത് ഈസി മെഷീനബിലിറ്റി. ഓക്കെ, ഈസി മെഷീനബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ഗ്രേ കാസ്റ്റ് അയൺ പ്രിഫേർഡ് ഫോർ മെഷീൻ ബേസസ് ആൻഡ് സ്ലൈഡ് വേസ്? അപ്പോൾ എന്താണ്? ഓപ്ഷൻ എ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, ഓപ്ഷൻ ബി ഡൈമെൻഷണൽ സ്റ്റെബിലിറ്റി ആഫ്റ്റർ ഏജിങ്, സി റെസിസ്റ്റൻസ് ടു വെയർ ആൻഡ് ടിയർ ആൻഡ് ഓപ്ഷൻ ഡി ഹൈ ഫ്ലൂയിഡിറ്റി ഡ്യൂറിങ് കാസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് എന്താണ്? ഹൈ ഡൈമെൻഷണൽ സ്റ്റെബിലിറ്റി ആണ്. അപ്പൊ എന്താണ് നമ്മളിപ്പോ ഈ ഡൈമെൻഷണൽ സ്റ്റെബിലിറ്റി കാരണമാണ് നമ്മൾ എന്താണ് ഗ്രേ കാസ്റ്റ് യൂസ്ഡ് ഫോർ എന്തിനൊക്കെയാണ്? മെഷീന്റെ ബേസ്, ടേബിൾസ് ആൻഡ് സ്ലൈഡ് വേസ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ? ബേസ്, സ്ലൈഡ് വേ ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ ടേബിൾ. ഓക്കെ, ടേബിൾ ഒക്കെ നമ്മൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? ഗ്രേ കാസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഡ്യൂ ടു എന്താണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഡൈമെൻഷണൽ സ്റ്റെബിലിറ്റി ആഫ്റ്റർ ഏജിങ് ആണ് വരുന്നത്. Okay, and next question, what is the primary role of graphite in gray cast iron? About option A, enhancing tensile strength, option B, providing lubrication, option C, increasing hardness, option D, improving corrosion resistance. എന്തായിരിക്കും ആൻസർ? പ്രൊവൈഡിങ് ലൂബ്രിക്കേഷൻ. ഓക്കെ, എന്താണ് ഇപ്പോ ഗ്രാഫൈറ്റ് ഉള്ളെങ്കിൽ എന്താണ്? an excellent bearing and sliding surface കിട്ടും. ഓക്കെ, എന്താണ്? അപ്പോൾ ഗ്രേ കാസ്റ്റ് അയണിലെ ഗ്രാഫൈറ്റിന്റെ പ്രൈമറി റോൾ എന്ന് പറയുന്നത് എന്താണ്? പ്രൊവൈഡിങ് ലൂബ്രിക്കേഷൻ. ഓക്കെ, പിന്നെ വൈ ഇസ് ഗ്രേ കാസ്റ്റ് അയൺ അലോയ്ഡ് വിത്ത് നിക്കൽ, ക്രോമിയം, വനേഡിയം ഓർ കോപ്പർ? എന്താണ്? ടു ഇൻക്രീസ് ബ്രിട്ടിൽനെസ്, to lower the melting point, to improve toughness and to enhance machinability. ഓക്കെ, അപ്പൊ എന്താണ്? ടു ഇംപ്രൂവ് ടഫ്നെസ്. ഓക്കെ, ടഫ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എന്ത്? നിക്കൽ, ക്രോമിയം, വനേഡിയം അല്ലെങ്കിൽ കോപ്പർ എന്ത് ചെയ്യുന്നത്? ഗ്രേ കാസ്റ്റ് അയണിൽ ചേർക്കുന്നത്. എന്താണ്? അലോയ്ഡ് വിത്ത് നിക്കൽ, ക്രോമിയം, വനേഡിയം ഓർ കോപ്പർ ടു എൻഹാൻസ് എന്താണ്? ടഫ്നെസ്. ടു എൻഹാൻസ് ടഫ്നെസ് അല്ലെങ്കിൽ ടു ഇംപ്രൂവ് ടഫ്നെസ്. വൈ ഈസ് വൈറ്റ് കാസ്റ്റ് അയൺ യൂസ്ഡ് ഇൻ സർട്ടൻ കമ്പോണൻസ്? ഓക്കെ, വൈറ്റ് കാസ്റ്റ് അയൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം അല്ലേ? അപ്പൊ എന്താണ്? ഈസി മെഷീനബിലിറ്റി, ഹൈ ഡക്ടിലിറ്റി, അബ്രഷൻ റെസിസ്റ്റൻസ്, അടുത്തെന്താ? റെസിസ്റ്റൻസ് ടു ഹീറ്റ് അല്ലേ? അപ്പോൾ എന്താ പറയാ, നമ്മുടെ വൈറ്റ് കാസ്റ്റ് അയണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വെരി ഹാർഡ് ആൻഡ് ചലഞ്ചിങ് ടു മെഷീൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? വെരി ഹാർഡ് ആൻഡ് ചലഞ്ചിങ് ടു, നമുക്ക് മെഷീൻ ചെയ്യാൻ നല്ല പാടാണ് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ വരുന്നതാണ് എന്ത്? അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കമ്പോണൻസ് റിക്വയറിങ് അബ്രഷൻ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ എന്താണ്? മെഷീൻ ചെയ്യാൻ പാടായതുകൊണ്ട് തന്നെ അപ്പൊ എന്താണ് നമ്മളത് എവിടെ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഇൻ കമ്പോണന്റ് റിക്വയറിങ് അബ്രഷൻ റെസിസ്റ്റൻസ്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഓപ്ഷൻ വരുന്നത്? ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ്. എന്താണ്? അബ്രഷൻ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ എന്താ? മെഷീനബിലിറ്റി വളരെ കുറവ് തന്നെയാണ് ആർക്ക് വരുന്നത്? വൈറ്റ് കാസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് മാലബിൾ കാസ്റ്റ് അയൺ ഡിഫറെന്റ് ഫ്രം ഗ്രേ കാസ്റ്റ് അയൺ? ഓക്കെ, ഓക്കെ, എന്താണ്? ഓപ്ഷൻ എ ലോവർ ടെൻസൈൽ സ്ട്രെങ്ത്, ബി ഇൻക്രീസ് ഡക്ടിലിറ്റി ആൻഡ് ടഫ്നെസ്, ഓപ്ഷൻ സി ലോവർ ഹാർഡ്നെസ് ആൻഡ് ഓപ്ഷൻ ഡി പുവർ റെസിസ്റ്റൻസ് ടു വെയർ. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഇൻക്രീസ് ഡക്ടിലിറ്റി ആൻഡ് ടഫ്നെസ്. അപ്പൊ എന്താണ്? ഗ്രേ കാസ്റ്റ് അയണിനേക്കാൾ ഡക്ടിലിറ്റിയും അതുപോലെ തന്നെ ടഫ്നെസ്സും കൂടുതൽ ആർക്കാണ്? മാലിയബിൾ കാസ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് നോഡുലാർ കാസ്റ്റ് അയൺ ഡിഫറെന്റ് ഫ്രം മാലിയബിൾ കാസ്റ്റ് അയൺ? ഓക്കെ, ഓപ്ഷൻ എ പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ഹീറ്റ് ട്രീറ്റ്മെന്റ്, ബി
lower melting point, option C resistance to wear, option D lack of ductility. അപ്പൊ എന്താ വരുന്നത്? ഓപ്ഷൻ എ ആണ്, പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ഹീറ്റ് ട്രീറ്റ്മെന്റ്. ഓക്കെ, വാട്ട് ഈസ് അനദർ ടേം ഫോർ നോഡുലാർ കാസ്റ്റ് അയൺ? ഓക്കെ, നോഡുലാർ കാസ്റ്റ് അയണിന്റെ വേറൊരു പേര്. ഓക്കെ, ബ്രിട്ടിൽ അയൺ, സ്ഫിരോഡിക്കൽ ഗ്രാഫൈറ്റ് അയൺ, ചിൽഡ് കാസ്റ്റ് അയൺ ആൻഡ് വൈറ്റ് അയൺ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഓപ്ഷൻ വരുന്നത്? നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്ഫിരോഡിക്കൽ ഗ്രാഫൈറ്റ് അയൺ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നോഡൽ കാസ്റ്റ് അയണിന് വേറെ പേരിൽ നമ്മൾ അറിയപ്പെടും അല്ലെ? ഏതൊക്കെയാണ് നോഡൽ കാസ്റ്റ് അയൺ നമ്മൾ വേറെ പേരിൽ അറിയപ്പെടുന്നത്? ഏതൊക്കെയാണ്? ഡക്റ്റൈൽ കാസ്റ്റ് അയൺ, പിന്നെന്താ അടുത്തത് വരുന്നതാണ് എന്ത്? നോഡുലർ കാസ്റ്റ് അയൺ, ഡക്റ്റൈൽ കാസ്റ്റ് അയൺ, അല്ലെങ്കിൽ എന്താണ്? സ്ഫിരോഡിയൽ കാസ്റ്റ് അയൺ. And next question, what is the primary content of wrought iron? Okay, wrought iron primary content. Option A carbon, option B silicon, option C iron, option D manganese. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഓപ്ഷനിൽ തന്നെ മനസ്സിലാവും അല്ലേ? അപ്പൊ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവണം, wrought iron. ഓക്കെ, wrought iron. അപ്പൊ എന്താണ്? അയൺ ആണ് പ്രൈമറി കണ്ടന്റ് വരുന്നത്. ഓപ്ഷൻ സി ആണ്. And next question, what happens to wrought iron when heated? Okay, wrought iron ഹീറ്റ് ചെയ്താൽ എന്താവുന്നതാണ് ചോദ്യം. ഓക്കെ, എന്താണ്? ഓപ്ഷൻ എ ഇറ്റ് മെൽറ്റ്സ് ഈസിലി, ഓപ്ഷൻ ബി ഇറ്റ് ബിക്കംസ് പേസ്റ്റി ആൻഡ് ക്യാൻ ബി ഫോർജ്ഡ്, ഓപ്ഷൻ സി ഇറ്റ് ഹാർഡൻ ആൻഡ് ബിക്കം ബ്രിട്ടിൽ, ആൻഡ് ഓപ്ഷൻ ഡി ഇറ്റ് ടേൺസ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ എന്താണ്? അപ്പൊ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇറ്റ് ബിക്കംസ് പേസ്റ്റി ആൻഡ് ക്യാൻ ബി ഫോർജ്ഡ്. ഓക്കെ, അപ്പൊ എന്താണ്? റോട്ട് അയൺ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്താ ഉണ്ടാവുക? ഇറ്റ് ബിക്കം പേസ്റ്റി ആൻഡ് ക്യാൻ ബി ഫോർജ്ഡ് ഇൻ ടു എനി ഷേപ്പ്. ഓക്കെ, എന്താണ്? നമുക്ക് റോട്ട് അയണിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു പേസ്റ്റി ഫോം ആണ് കിട്ടുന്നത് അല്ലെ? ആ പേസ്റ്റി ഫോമിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫോർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which process is used to produce wrought iron in large quantities? Okay, wrought ironന്റെ പ്രോസസ്സ് ഏതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ കാസ്റ്റിംഗ് ഉണ്ട്, സ്മെൽറ്റിംഗ് ഉണ്ട്, ഫോർജിങ് ഉണ്ട്, പുഡ്ലിംഗ് പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും? പുഡ്ലിംഗ് പ്രോസസ്സ് ആയിരിക്കും അല്ലെ? ബാക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അടുത്ത വരുന്ന നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, നമ്മളൊരു മെറ്റീരിയലിൽ ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് എന്ത്? കാസ്റ്റിംഗ്, അതുപോലെ തന്നെ ഫോർജിങ് ഒക്കെ അല്ലെ? അപ്പൊ അതിൽ സ്മെൽറ്റിംഗ് നമ്മൾ മുമ്പ് പറഞ്ഞു എന്തായിരുന്നു? പിഗ് അയൺ ആയിരുന്നു അല്ലെ? പിഗ് അയണിന്റെ ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ച് ചെയ്യുന്ന പ്രോസസ് ആയിരുന്നു സ്മെൽറ്റിംഗ് എന്ന് പറയുന്നത്. റോട്ട് അയണിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? പുഡ്ലിംഗ് പ്രോസസ് ആണ്. കുപ്പോള ഫർണസ് ഫോർ എന്താണ്? കാസ്റ്റ് അയൺ. And next, what is the purpose of puddling process in the production of wrought iron? എന്താണ്? ഓപ്ഷൻ എ ആഡിങ് കാർബൺ, ഓപ്ഷൻ ബി റിമൂവിങ് സിലിക്കൺ ആൻഡ് ഫോസ്ഫറസ്, ഓപ്ഷൻ സി ഇൻക്രീസിങ് ഹാർഡ്നെസ്, ആൻഡ് ഓപ്ഷൻ ഡി പ്രൊഡ്യൂസിങ് ഗ്രാഫൈറ്റ്. അപ്പൊ എന്തായിരിക്കും? അപ്പോ നമ്മുടെ റോട്ട് അയൺ എങ്ങനെയാണ്? റോട്ട് അയൺ ഇസ് മെയ്ഡ് ബൈ റിഫൈനിങ് എന്താണ്? പിഗ് അയണിനെ റിഫൈൻ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ റീമെൽറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റോട്ട് അയൺ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇത് റിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്? റിഫൈനിങ് റിമൂവ് സിലിക്കൺ, എ ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ഫോസ്ഫറസ് ആൻഡ് കൺവേർട്ട് ഗ്രാഫൈറ്റ് ടു കമ്പൈൻഡ് എന്താണ്? കാർബൺ. ഓക്കെ, ഇപ്പോ റോട്ട് അയണിനെ പുഡ്ലിംഗ് പ്രോസസ്സിൽ, ഇപ്പൊ പിഗ് അയണിനെ പുഡ്ലിംഗ് പ്രോസസ്സിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത്? എന്താണ്? റിഫൈനിങ് എന്താണ്? റിമൂവ്സ് സിലിക്കൺ. ഓക്കെ, സിലിക്കൺ റിമൂവ് ആവുന്നുണ്ട്, ഫോസ്ഫറസ് റിമൂവ് ആവുന്നുണ്ട്, ആൻഡ് കൺവേർട്ട് ഗ്രാഫൈറ്റ് ടു കമ്പൈൻഡ് കാർബൺ. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, റിമൂവിങ് സിലിക്കൺ ആൻഡ് ഫോസ്ഫറസ്. അപ്പോൾ പുഡ്ലിംഗ് പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പുഡ്ലിംഗ് പ്രോസസ്സിന്റെ റോ മെറ്റീരിയൽ. അപ്പൊ നമുക്ക് വേറൊരു ചോദ്യം നോക്കാം അല്ലെ? എന്താണ് പുഡ്ലിംഗ് പ്രോസസ്സിന്റെ റോ മെറ്റീരിയൽ എന്താണ്? ഓക്കെ, അപ്പൊ ഇതെന്താണ്? പിഗ് അയൺ ആണ്. ഓക്കെ, നമ്മൾ പിഗ് അയണിനെ പുഡ്ലിംഗ് പ്രോസസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റോട്ട് അയൺ കിട്ടുന്നത്. ഓക്കെ, പിഗ് അയണിന്റെ പ്രോസസ്സ് ബ്ലാസ്റ്റ് ഫർണസിലാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ആസ്റ്റൺ പ്രോസസ്? അപ്പൊ എന്താണ്? ഓപ്ഷൻ
A, to increase carbon content in pig iron. Option B, to refine molten pig iron and steel scrap. Option C, to produce steel scrap. Option D, to cool molten metal. ഓക്കെ, ഇപ്പൊ എന്താണ് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഓപ്ഷൻ ഇപ്പൊ ആഷൻ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു തരം നമ്മളിപ്പോ റോട്ട് അയൺ കിട്ടുന്നതിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, മോഡേൺ പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ആസ്റ്റൺ പ്രോസസ് എന്ന് പറയുന്നത്.